മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ച സമീപനമാണ് സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചതെന്ന് മന്ത്രി കെ രാജൻ. എല്ലാ പരാതികളും പരിഹരിച്ച് അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. ദുരന്തത്തിൽ കേന്ദ്രം കാവൽ മാലാഖയല്ല ചെകുത്താനായി അവതരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സമീപനമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സാർ, ഈ മന്ത്രിസഭയിൽ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്തു. സാർ, 4 മന്ത്രിമാർ ക്യാബിനറ്റിന്റെ പ്രത്യേക ചുമതലക്കാരായി ഞങ്ങൾ അവിടെ നിൽക്കുകയുണ്ടായി. കേരളത്തിന് വിവിധ പദ്ധതികളിലൂടെ ലഭിക്കേണ്ടിയിരുന്ന പണം പല തൊടുന്യായങ്ങൾ പറഞ്ഞ് നൽകാതിരിക്കുന്ന സമീപനം നമുക്കറിയാം. ഈ ബുദ്ധിമുട്ടുകളുടെ എല്ലാം നടുവിലും ദുരന്തബാധിതരെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിത ദുരന്തത്തിന് മുൻപുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കി മാറ്റാനുള്ള എല്ലാ ഇടപെടലുകളും നടത്താൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. സാർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കും. മനുഷ്യസാധ്യമായതെല്ലാം നാം അവിടെ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ നന്നായി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു തരുന്നു. നിയമസഭയിൽ നിന്ന് ഷീജ കൂടി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ മാസം 27-ന് ടൗൺഷിപ്പിന് തറക്കല്ലിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. നിയമസഭയിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജൻ, റവന്യൂ മന്ത്രി, വ്യക്തമാക്കിയത് എങ്ങനെയാണ്? സർക്കാർ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് മന്ത്രി സഭയെ ബോധിപ്പിച്ചത്? പ്രധാനമായും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പുനരധിവാസത്തിൽ സർക്കാർ വലിയ തോതിലുള്ള കാലതാമസം ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ മന്ത്രി കെ രാജൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, ഈ ദുരന്തബാധിതരെ മുഴുവനായി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ആ നിലപാടിൽ ഇതുവരെയായി ഒരു മാറ്റവും വന്നിട്ടില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ കേന്ദ്രം വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് സംസ്ഥാനത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല. ഏറ്റവും ഒടുവിലായി നൽകിയതാകട്ടെ വായ്പയായിട്ടാണ്. ആ തുക തിരികെ നൽകേണ്ട തുക കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 16 പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വായ്പയായി തുക അനുവദിച്ചത്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചത് ഈ തയ്യാറാക്കിയ പട്ടികയിലുള്ളവരുടെ ആ പേര് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ 3 പട്ടിക ഇതിനോടനുബന്ധമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ജില്ലാ കളക്ടർ അധ്യക്ഷയായ ഒരു സമിതിയാണ് ഈ പട്ടികകൾ തയ്യാറാക്കുന്നത്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പരിശോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ദുരന്തബാധിതരെയും ഒഴിവാക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം മന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കി. കാരണം അതിൽ ഉൾപ്പെടാതെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ അവർക്ക് പരാതിപ്പെടാം. ആ പരാതി പരിശോധിച്ച് അത് പരിഹരിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാർ വരുത്തില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിന്റെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ദ്രുതഗതിയിൽ തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മാസം 27-ന് ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കി. പക്ഷേ കേന്ദ്രത്തിന്റെ സമീപനം അത് തെറ്റാണ് എന്നുള്ളത് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധ്യമായ എല്ലാ രീതിയിലും അവിടുത്തെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിനുള്ള നടപടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേന്ദ്രം ഒരു അണാ പൈസ പോലും നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്ക് നൽകിയിട്ടില്ല. ആകെ നൽകിയത് വായ്പയാണ്. അതും മാർച്ച് 31-നകം ചെലവഴിക്കണമെന്ന അസാധാരണമായ നിബന്ധനയുടെ പശ്ചാത്തലത്തിലാണ് ആ വായ്പ നൽകിയിരിക്കുന്നത്. അതെങ്ങനെ സാധ്യമാക്കുമെന്ന് നമുക്കറിയില്ല. അതൊരു പ്രശ്നം. മന്ത്രി പറഞ്ഞത് കാവൽ മാലാഖയല്ല, മറിച്ച് ചെകുത്താന്റെ രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ ഇവിടെ അവതരിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ഈ നാട്ടിലെ മനുഷ്യരുടെ ഒരു ആശങ്കകളും കണക്കിലെടുക്കാതെയാണ് കേന്ദ്രം നിൽക്കുന്നത് എന്നാണ്. ബധിരകർണങ്ങളിലേക്കാണ് നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് പതിക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അത് ആ രീതിയിൽ തന്നെയാണ്. കാരണം ജൂലൈ 30-ന് ദുരന്തമുണ്ടാകുന്നു. ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ളൊരു മെമ്മോറണ്ടം കേന്ദ്രത്തിന് നൽകുന്നു. അത് കേന്ദ്രം പരിഗണിക്കുന്നില്ല. വീണ്ടും വിശദമായ മെമ്മോറണ്ടം നൽകുന്നു. അത് പരിഗണിക്കുന്നില്ല. തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകാത്തൊരു സാഹചര്യം. അത് കാരണം വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് സംസ്ഥാനത്തിന് ഉണ്ടായത്. പ്രത്യേകിച്ചും അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലടക്കം സർക്കാരിനെല്ലാം സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി ഇതൊരു തീവ്ര
ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും കേന്ദ്രം തയ്യാറായത് ഡിസംബർ മാസത്തിലാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിലേക്കും സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പോഴും ഈ വായ്പ അനുവദിച്ചതല്ലാതെ മറ്റൊരു തരത്തിൽ ഒരു തീവ്ര ദുരന്തം എന്ന രീതിയിലുള്ള ഒരു സഹായം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഇത്തരത്തിൽ കേന്ദ്രം സഹായിക്കാത്തൊരു ഘട്ടത്തിൽ പോലും കൃത്യമായി അവിടെയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പുനരധിവാസം ഉറപ്പാക്കുക, അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു ആശങ്കയും വേണ്ട, അവിടെയുള്ള മുഴുവൻ പേരെയും സംസ്ഥാന സർക്കാർ പുനരധിവസിപ്പിക്കും എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി കെ രാജൻ അടിവരയിട്ട് വ്യക്തമാക്കിയത്. മനോ, ഒരു കാര്യം കൂടി ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 8 മാസമായിട്ട് ദുരന്ത ബാധിതരുടെ പട്ടിക പോലും തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിന് കൃത്യമായി സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് പറയുന്നത്. ഈ 80% പേരെ മാത്രമാണ് ഈ തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവരോട് അവിടെ തന്നെ താമസിച്ചു കൊള്ളാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ആ ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ ഷീജ? ഇപ്പോൾ 3 തരത്തിലുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. നോ ഗോ സോൺ മേഖലയിലെ ആളുകളുടെ അടക്കം താമസം സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത പട്ടികയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാധ്യമ വാർത്തകളായി ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെന്നപ്പോൾ തോട്ടമുടമകൾ ഹൈക്കോടതിയിൽ പോയത് നമുക്കറിയാം. ആ നിയമപ്രശ്നത്തിൻ്റെ പേരിൽ ആ പ്രക്രിയ കുറേ നാളുകൾ മുടങ്ങിക്കിടന്നതും നമുക്കറിയാം. ഇതൊന്നും പ്രതിപക്ഷം കണക്കിലെടുക്കുന്നതേയില്ല. ആ നിയമപ്രശ്നങ്ങളെ ഒന്നും കണക്കിലെടുക്കാതെ കണ്ണടച്ചുള്ള ആക്ഷേപങ്ങളാണോ ഇന്ന് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത്? തീർച്ചയായും അനു, അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. കാരണം ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, അതിനെക്കുറിച്ചൊന്നും തന്നെ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ അറിയാം എങ്കിൽ പോലും അതിൻ്റെ വസ്തുതകളിലേക്ക് കടക്കുവാൻ തയ്യാറായില്ല. മറിച്ച് സർക്കാർ കാലതാമസം വരുത്തുന്നു പുനരധിവാസത്തിൽ എന്നൊരു പരക്കെയുള്ളൊരു ആക്ഷേപം മാത്രമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്ന, അത് കൃത്യമായി രീതിയിൽ പട്ടിക ഉറപ്പാക്കണം എന്നുള്ളത് കൊണ്ട് തുടരുന്ന നടപടികൾ, അതൊന്നും പ്രതിപക്ഷം ആ വസ്തുതകളിലേക്കൊന്നും കടക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിയമ പോരാട്ടം, ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലടക്കം പോയി ആ നിയമ പോരാട്ടം തുടരുന്ന ഒരു സാഹചര്യം, അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് സർക്കാർ ഈ ഒരു ടൗൺഷിപ്പ് തറക്കല്ലിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കാണാതെ അടച്ചാക്ഷേപിക്കുന്നു. അതായത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 8 മാസം പിന്നിട്ടിട്ടും ഒന്നും തന്നെ സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളൊരു വാചകത്തിൽ ഒതുക്കിക്കൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഈ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ ഒന്നും വിലമതിക്കാത്ത തരത്തിലുള്ളൊരു ആരോപണം, അത് മാത്രമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. പക്ഷേ കൃത്യമായ രീതിയിൽ മന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, സഭയെ അവിടെ വയനാട് ചെന്ന് നിന്ന് ഈ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്നവരാണ് ഇപ്പോൾ ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ വിമർശിക്കുന്നത്. അതിൽ വലിയ ദുഃഖമുണ്ട് എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നും സർക്കാർ തളരുന്നില്ല. സർക്കാർ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അവിടെയുള്ള ഒരാളെ പോലും, ദുരന്ത ബാധിതരായിട്ടുള്ള ഒരാളെ പോലും അവഗണിക്കാതെ ഒഴിവാക്കാതെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് സർക്കാർ ഉറപ്പാക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. മനു, ശരി ഷീജ, നിയമസഭയിൽ നിന്നാണ് ഷീജ സമഗ്രമായ വിവരങ്ങൾ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ ഉയർന്നു വന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾ, അതിന് മന്ത്രി നൽകിയ മറുപടി.